മൂന്നാറിൽ ജനവാസ മേഖലയിൽ നിന്നും മാറാതെ പടയപ്പ. മാട്ടുപ്പെട്ടിയിൽ ഇന്നും വഴിയോര കടകൾ തകർത്തു. തെന്മല എസ്റ്റേറ്റിലാണ് ആന ഇപ്പോഴുള്ളത്. കാടുകയറ്റാൻ ശ്രമം തുടരുകയാണ്. ദേവികുളം മിഡിൽ ഡിവിഷനിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ പടയപ്പ ഇപ്പോൾ എവിടെയാണ്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? നിലവിൽ തെന്മല എസ്റ്റേറ്റിലാണുള്ളത്. അവിടുത്തെ നാട്ടുകാർ ആനയെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയൊരു ഉറപ്പുണ്ട്. പടയപ്പയെ നിയന്ത്രിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി കൃത്യമായി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രത്യേക സംഘം എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ആ സർവകക്ഷി യോഗ തീരുമാനത്തിന് ശേഷം പലതവണ ആന ജനവാസ മേഖലയിലെത്തി. ഇപ്പോൾ 4 വഴിയോര കടകൾ കഴിഞ്ഞ 2 ദിവസത്തിനിടെ ആന തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ദേവികുളം മിഡിൽ ഡിവിഷനിൽ കാട്ടാന കൂട്ടമാണ് 2 കട തകർക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. ആന ഇപ്പോഴും വനത്തിലേക്ക്, അതായത് ഈ പടയപ്പ ഇപ്പോഴും വനത്തിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടില്ല. ആന തെന്മല എസ്റ്റേറ്റിൽ തന്നെ തുടരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ആറാട്ടി സംഘം അങ്ങോട്ടേക്ക് ഉടൻ എത്തിയേക്കും എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആന സ്ഥിരമായി ഇങ്ങനെ ഇറങ്ങുന്നതും അക്രമ സ്വഭാവം കാട്ടുന്നതും നാട്ടുകാർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്.